ഹായ് അലക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ തിരുവല്ല ആഞ്ഞിലിത്താറ എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ വീഡിയോസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതൊരു കിച്ചൺ റിനോവേഷൻ്റെ വീഡിയോ ആയിരുന്നു. കിച്ചൺ റിനോവേഷൻ്റെ വർക്കായിരുന്നു ഇത്. ഇതിനകത്ത് ഓൾറെഡി പഴയ സ്ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പൊളിച്ചു മാറ്റി പുതിയൊരു മോഡലറാക്കിയത് എങ്ങനെയാണ്, ആ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത്, അതിന് ഏത് തീമാണ് എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വർക്കിനകത്ത് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ്. അപ്പോൾ ആ വർക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓൾറെഡി പഴയ സ്ലാബുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഷോക്കേസ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഒരു കിച്ചൺ പ്ലെയിൻ റൂം ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ഓൾറെഡി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മളൊരു ഡിസൈൻ പ്രകാരം എടുത്തിട്ട് ആ ഡിസൈൻ പ്രകാരമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്ലെയിൻ റൂം ആക്കിയിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കുകളെല്ലാം മോഡുലാർ കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു പഴയ സ്ലാബുകളെല്ലാം നമ്മളതിനെ പ്ലെയിൻ റൂമാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ, അതിൻ്റെ പ്ലാസ്റ്ററിങ് വർക്കുകൾ എല്ലാം നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മുടെ കിച്ചൻ്റെ ക്യാബിനറ്റ് വർക്കുകളൊക്കെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതിനകത്ത് ഈ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫുള്ളി വൈറ്റ് തീമിലാണ് നമ്മൾ ഈ ഒരു വർക്ക് എടുത്തേക്കുന്നത്. അതായത് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ആയാലും ഇതിൻ്റെ എക്സ്റ്റീരിയറായിട്ട് വന്നിട്ടുള്ള ലാമിനേഷനാണ് MR+ൻ്റെ മെറീനോടെ MR+ൻ്റെ ലാമിനേഷനാണ് നമുക്കിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഫ്ലാഷ് ടൈൽസ് ആയാലും എല്ലാം നമ്മൾ ഇതിനകത്താണെങ്കിൽ ഒരു വൈറ്റ് തീമിലാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ളി വൈറ്റാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പഴയ കിച്ചണിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ ഒരു കൗണ്ടർ ടോപ്പ് നമ്മളൊരു C ഷേപ്പിലേക്ക് മാറ്റി നമ്മൾ കൗണ്ടർ. എന്നിട്ട് അതിനകത്തൊരു ലോഫ്റ്റ്, നമ്മൾ എക്സ്ട്രാ ഒരു ലോഫ്റ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. അതുപോലെ ഹുഡ് കോബിൻ്റെ പൊസിഷൻ നമ്മൾ കിച്ചൻ്റെ അതുപോലെ വിൻഡോയുടെ സെൻറ്ററിലേക്ക് മാറ്റുകയും സിങ്ക് അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് മൈക്രോവേവ് ഓവൻ യൂണിറ്റ് നമ്മൾ ഇച്ചിരി മാറ്റി അവിടെ തന്നെ ഓരോ ടോൾ യൂണിറ്റ് പോലെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഓവനും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് അതിനിപ്പുറത്തായിട്ട് നമ്മൾ അതിനകത്തൊരു ഫ്രിഡ്ജിൻ്റെ യൂണിറ്റും കൂടെ അതിനിപ്പുറം കൊടുക്കുന്ന രീതിയിൽ പ്ലഗും കാര്യങ്ങളും എല്ലാം നമ്മളതിനകത്ത് അറേഞ്ച് ചെയ്തു. അതുപോലെ വർക്കിംഗ് കിച്ചൺ വന്നപ്പോൾ അതിനകത്താണ് ഡിഷ് വാഷറിൻ്റെ പ്രൊവിഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ സ്പേസ് വിട്ടിട്ടാണ് ആ ഒരു ഏരിയ മുഴുവനും ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെയും നമ്മളൊരു വൈറ്റ് തീമിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അവിടെ നാനോ വൈറ്റ് G7 അതിൻ്റെ വൈറ്റ് ആൻഡ് കൗണ്ടറിൻ്റെ ബാക്കിലുള്ള ടൈൽസ് നമ്മൾ അതിനകത്ത് വൈറ്റ് തീമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കിച്ചൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനകത്താണെങ്കിൽ എബ്കോയുടെ ആക്സറീസുകളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ എബ്കോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽ എബ്കോയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇഞ്ചസൊക്കെ 304 ഗ്രേഡിൻ്റെ ഇഞ്ചസും മറ്റു കാര്യങ്ങളുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഓൾറെഡി ഇതിൻ്റെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വർക്ക് നടക്കുന്ന ചെറിയ വർക്ക് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ സൈറ്റിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ നമ്മൾ പാർട്ടീഷന് അതുപോലെ തന്നെ കുറച്ച് വാഷ് ഏരിയയുടെ വർക്കുകളൊക്കെ നമ്മളിതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു TV യൂണിറ്റ് വിത്ത് ക്രോക്കറി യൂണിറ്റാണ്. TVയും ക്രോക്കറിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ TV ഒരു റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ അവിടെ ഒരു ആർക്കിട്രേ പാനൽ നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ക്രോക്കറിക്കകത്തുള്ള ഇനി ഫ്രണ്ടിലാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഷട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ആ വർക്കിനകത്ത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഫുള്ളി വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ ആ വീഡിയോസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും അതിൻ്റെ വർക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വീട്ടിലാണ് അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഡിസൈൻ ചെയ്തപ്പോൾ ഒരു കൗണ്ടർ രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ അവിടെയാണെങ്കിൽ ഹാങ് ലൈറ്റുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഹാങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഫിറ്റ് ചെയ്യുകയും അതൊരു ഫുള്ളി ഡിസൈൻ ചെയ്ത് വരിക നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് വരികയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഹോബിൻ്റെ പൊസിഷന് വേണ്ടി താഴെ ഒരു ചിമ്മിനി വെക്കാൻ വേണ്ടി ഒരു ബോക്സ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്ക് ലെഫ്റ്റ് പൊസിഷൻ്റെ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടെ ഒരു കോമൺ വാഷ് ഏരിയയും കൂടെ നമ്മൾ
ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി നമ്മുടെ WPCയിലാണ് ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബോക്സ് വർക്ക്, വാഷേരിയുടെ ബോക്സ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വർക്കിൻ്റെ ഫുള്ളിയുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഉടനടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകളും മറ്റു കാര്യങ്ങളും വേണമെങ്കിൽ എൻ്റെ നമ്പറെ കോൺടാക്റ്റ് ചെയ്യുക. ആ നമ്പറിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വർക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക.